ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. അണുവായുധം ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചോ? ലെറ്റ്സ് സീ. ട്വിറ്ററിൽ ഇപ്പോൾ ഒരു തീക്കാറ്റ് പോലെ പടർന്നു പന്തലിക്കുന്നത് പെപ്പെ എസ്കോബാർ എന്ന ബ്രസീലിൽ ജനിച്ചിരിക്കുന്ന വലിയൊരു ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്ട്. 1980 തുടങ്ങി ജിയോ പൊളിറ്റിക്സിൽ മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ എന്ന എല്ലാ റീജിയനുകളിലെ രാജ്യങ്ങളിലുള്ള കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് പഠിച്ച് ഒട്ടനവധി ബുക്കുകൾ എഴുതി പ്രശസ്തനായിരിക്കുന്ന പെപ്പെ എസ്കോബാർ. അദ്ദേഹം 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, ആയിക്കോട്ടെ, വെരി ബിഗ് അപ്ഡേറ്റ്. എനിക്ക് എൻ്റെ ഒരു വിശ്വസനീയമായ 2 സോഴ്സിൽ നിന്ന് എനിക്കൊരു വലിയ ന്യൂസാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ചരിത്രത്തിൽ ആദ്യമായി ഇറാൻ ഇസ്രായേലിന് നേരെ 300ഓളം ഡ്രോണുകളും മിസൈലുകളും തൊടുത്തു വിട്ടതിന് ശേഷം ഇസ്രായേൽ ആക്ച്വലി വാണ്ടിങ് ഫോർ എ ഹെവി സ്ട്രൈക്ക്, ഒരു ഭീകരമായ തീക്ഷ്ണമായ ഒരു സ്ട്രൈക്കാണ് ഇസ്രായേൽ ഇറാനിന് മുകളിൽ നടത്താനായിട്ട് തീരുമാനിച്ചത്. അതിന് വേണ്ടിയിട്ട് ആര് പറഞ്ഞതും കേൾക്കാതെ അവർ ഒരു F-35 വിമാനത്തിൽ ഒരു ന്യൂക്ലിയർ ബോംബുമായി ഇറാന്റെ മുകളിലേക്ക് പറന്നുപോയി. അവിടെ ഒരു ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിലോ തന്ത്രപ്രധാനമായ മിലിറ്ററി സൈറ്റ്സിന് മുകളിലോ ഒരു EMP അറ്റാക്ക് എന്ന് വെച്ചാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ വെച്ച് ഇത് ഡെറ്റനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോംബ് പൊട്ടിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് വന്ന് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നശിച്ചു പോകും. സോ അവരുടെ മിലിറ്ററി കപ്പാസിറ്റി സീറോ ആയി മാറുന്ന ആ ഒരു അറ്റാക്ക് ആയിരുന്നു ഇസ്രായേൽ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ പറന്നുയർന്ന F-35 വിമാനം ജോർദാനിയൻ എയർ സ്പേസിൽ എടുത്തു വെച്ച് റഷ്യൻ ഫൈറ്റർ പ്ലെയിനുകളോ റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റമോ തകർത്ത് കളഞ്ഞു. റഷ്യ ഒരു സൈഡിലേക്ക് കൂറുമാറി, ഇറാന് പുറകിൽ ഒരു മല പോലെ ഉറച്ചു നിന്നത് കൊണ്ടിട്ട് 2 സൈഡും ഈ ന്യൂസ് ഇപ്പൊ പ്ലേ ഡൗൺ ചെയ്യുകയാണ്. അത് അധികം പുറത്തേക്ക് വന്നിട്ടില്ല. 2 മില്യണിന് മുകളിൽ ആളുകളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ട്വിറ്ററിൽ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഈ ന്യൂസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളുടെ സ്റ്റാച്ചർ കാണുമ്പോഴാണ് നമ്മൾക്ക് ഈ പെപ്പെ എസ്കോബാർ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുടെ സോഴ്സ് ഇത്രയും പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ന്യൂസ് ആണോ നമുക്ക് തോന്നുന്നത്. കാരണം സ്കോട്ട് റിട്ടർ, ഫോർമർ UN വെപ്പൺസ് ഇൻസ്പെക്ടറും USMC ഇന്റലിജൻസ് ഓഫീസറും ആയിരുന്ന സ്കോട്ട് റിട്ടർ പോലത്തെ ആളുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇത് റിബട്ട് ചെയ്യുന്നത്. അവരുടെ റിബട്ടൽ ലാംഗ്വേജിലാണ് നമ്മളെ അരോസരപ്പെടുത്തുന്നത്. ഐ റെസ്പെക്ട് പെപ്പെ ആസ് എ ജേർണലിസ്റ്റ്. ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പെപ്പയെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ സോഴ്സ് തെറ്റായിരിക്കാം. കാരണം ഇതിന് ഇവർ ഉന്നയിക്കുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ 1968 ഔട്ടർ സ്പേസ് ട്രീറ്റി, US ഇസ്രായേലും തമ്മിലൊരു ട്രീറ്റിയിൽ US കർശനമായി പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഒരിക്കലും പുറത്തെടുക്കരുതെന്ന്. പക്ഷേ നമ്മൾക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, വെൻ മാഡ്നസ് ക്രീപ്സ് ഇൻ, ഒരു ഭ്രാന്തമായ ആവേശത്തിൽ ഒരു മനുഷ്യൻ ഒരു നേഷൻ നിൽക്കുമ്പോൾ ആരെങ്കിലും നിയമങ്ങളെ നോക്കാറുണ്ടോ? വാർ ഇറ്റ് സെൽഫ് ഈസ് എ ക്രൈം. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വക കാര്യങ്ങളൊന്നും ഒരാളും നോക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് F-35 ഫ്ലൈയിങ് സീലിംഗ് എന്ന് പറഞ്ഞാൽ 15,000 ഫീറ്റാണ് ഈ ഹൈ എക്സ്പ്ലോസീവ് നടത്തേണ്ടത്, ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് എക്സ്പ്ലോഷൻ നടത്തേണ്ടത് 30,000 ഫീറ്റിലാണെന്നുള്ള ന്യൂസസ് എല്ലാം വരുന്നുണ്ട്. നമുക്കിത് കൊറാബറേറ്റ് ചെയ്യാനുള്ള ഒരു എവിഡൻസും ഇല്ല. പക്ഷേ ഒരു കാര്യം അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റഷ്യ അറ്റാക്ക് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ന്യൂക്ലിയർ ബോംബ് താഴ്ത്ത് വീണാൽ പൊട്ടില്ലേ എന്നുള്ളതാണ്. ആ ഒരു ബേസിസ് ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ ബോംബ് അവസാന നിമിഷം ഡെറ്റനേറ്റ് ചെയ്യണ സമയത്ത്, ഡ്രോപ്പ് ചെയ്യണ സമയത്ത് മാത്രമാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അല്ലാതെ അത് താഴത്തേക്ക് വീണത് കൊണ്ടിട്ടൊന്നും പൊട്ടുന്ന ഒരു കടലാസ് പടക്കമൊന്നും അല്ല ഇത്. അപ്പോൾ ഇതൊരു വളരെയധികം ഫ്ലൂയിഡ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് 2 കൂട്ടരും ഈ ഒരു ഇഷ്യൂ നടന്നിരിക്കുന്നത് പ്ലേ ഡൗൺ ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് ഇസ്രായേലിനെ സമാധാനിപ്പിച്ചുകൊണ്ട് US, മറ്റു ഭാഗത്ത് ഇറാന്റെ കൂടെ റഷ്യയും നിൽക്കുന്നത് കൊണ്ടിട്ട് 2 സൈഡും ഇതിനെ സമാധാനിപ്പിക്കുകയാണ്. ഇഫ് ദിസ് ന്യൂസ് ഈസ് ട്രൂ, ഇസ്രായേൽ ഈ ഡിഫീറ്റ് എങ്ങനെ swallow ചെയ്യും? ഇനി ഒരിക്കലും കൂടി ഇസ്രായേൽ ഇത് ശ്രമിക്കാൻ തയ്യാറാവില്ലേ? കാരണം അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ലോബി ഇരിക്കുന്നത് ജൂത ലോബിയാണ്. അവർക്ക് അവരുടെ അന്തസ്സിനോ അവരുടെ ഈഗോയ്ക്ക് ഏറ്റിരിക്കുന്ന വലിയൊരു അടിയാണ് ഈ ബാക്ക് ഫുട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ടിട്ട് ഡെഫിനറ്റ്ലി അവർ ഇതുപോലത്തെ ഒരു റെസ്പോൺസിന് ഇനിയും തയ്യാറാകും. അങ്ങനെ സംഭവിച്ചാൽ USA എന്ത് ചെയ്യും? USAക്ക് ഇസ്രായേലിന്റെ പുറകിൽ ആയുധങ്ങളുമായും ആളുകളുമായും അർത്ഥവുമായിട്ട് വന്ന് നിൽക്കേണ്ട വരില്ലേ? ആ സമയത്ത് ഇറാന്റെ പുറകിൽ റഷ്യ, ചൈന എന്ന് പറഞ്ഞിരിക്കുന്ന വൻ ശക്തികൾ വരുന്നു കൂടെ നിൽക്കില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഭീകരമായ യുദ്ധത്തിലേക്ക് പോകും. ഇതിനുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സഹായിക്കാതിരിക്കാൻ കഴിയില്ല, ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്.
അവർ തമ്മിലുള്ള ബന്ധങ്ങൾ അത്രയും ഡീപ്പാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ വന്നിരിക്കുന്ന പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ വാറുകൾക്ക് ശേഷം വെസ്റ്റേൺ കൺട്രീസ് റഷ്യയെ കോർണർ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം വെസ്റ്റേൺ കൺട്രിയുടെ ഒരു വസാൽ സ്റ്റേറ്റ് മാത്രമായ ഇസ്രായേൽ റഷ്യ ഇന്ന് USA-യും ഇസ്രായേലിനെയും ഒരുപോലെയാണ് കാണുന്നത്. റഷ്യയുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടിന് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് USA എന്നും ഇസ്രായേൽ എന്നും പറഞ്ഞു വെക്കുന്നു റഷ്യ. സോ ഇറാന്റെ കൂടെ റഷ്യ ഉണ്ടാകുമെന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ മുഴുവൻ ഗ്ലോബിനെ അഫക്ട് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറാം. 5 സെക്കൻഡ്സ് വ്യൂ ഹോപ്പ് ചെയ്യുന്നത് ലെറ്റ്സ് ഗുഡ് സെൻസ് പ്രിവെയിൽ. വേൾഡ് ലീഡേഴ്സിന്റെ മനസ്സിലൊരു നല്ല സെൻസ് പ്രിവെയിൽ ചെയ്യുമെന്നും അതുകൊണ്ട് അവർ ന്യൂക്ലിയർ ആംസ് റേസിലേക്കും ന്യൂക്ലിയർ ബോംബ് ഡെറ്റനേഷൻസിലേക്കും വേണ്ടിയിട്ട് പോകില്ല എന്നും നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഏത് തരത്തിലുള്ള ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ആണെങ്കിലും ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള EMP എക്സ്പ്ലോഷൻ ആണെങ്കിലും താഴത്ത് വന്നിരിക്കുന്ന ജനങ്ങളുടെ മുകളിൽ നടത്തുന്ന ഡെറ്റനേഷൻ ആണെങ്കിലും അത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ആണ്. അതൊരു മാഡ്നെസ്സിലേക്കായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് 5 സെക്കൻഡ്സ് വ്യൂ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് 5 സെക്കൻഡ്സ് വ്യൂ ഓൺ ഫ്ലൂയിഡ് സിറ്റുവേഷൻ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഇറാൻ.